പണ്ടൊക്കെ നമ്മൾ ചായയൊക്കെ വിറകടുപ്പിൽ തന്നെയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ വിറക് കത്തിച്ചിട്ട് തന്നെയാണ് ചായയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് 2 ദിവസം ഹർത്താലൊക്കെ ആയത് കാരണം ഗ്യാസ് വണ്ടി വരാത്തതുകൊണ്ട് ഗ്യാസ് തീർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചായ പോലും ഇപ്പോൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ കലം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് കഴുകിയിട്ടാണ് വെള്ളം വെച്ചിട്ടുള്ളത്. പുറം ഭാഗം ഞാൻ എപ്പോഴും അതിങ്ങനെ തേച്ച് കഴുകുമ്പോൾ വീണ്ടും വീണ്ടും വെള്ളം വെക്കുകയല്ല. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞിട്ട് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കാപ്പി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുക്കിംഗ് ചെയ്യാനൊക്കെ, പക്ഷേ നല്ല ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ കാപ്പി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വേറൊരു കലത്തിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കും. കിണർ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് മുക്കി എടുക്കാമല്ലോ. എന്നിട്ട് പിന്നെ പാൽക്കാപ്പി അല്ല കേട്ടോ, കാപ്പി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. വൈകുന്നേരം സുഗീനൊക്കെ ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ച്. പിന്നെ ചോറിന് വെക്കാൻ വേണ്ടി വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെയാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ. ഒരു 11 മണി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല വെയിലായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ചോറും കറിയൊക്കെ വേഗം വെച്ചിട്ട് അകത്ത് കൊണ്ടുപോയി വെക്കും അടുക്കളയിൽ. മൈദദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ കറിയുണ്ട്. പിന്നെ ഇതാ വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത പാൽ ചായയും. നിങ്ങൾ വിചാരിക്കുന്നത് പുക ചവയ്ക്കില്ലേ നന്നായിട്ട് ഉണ്ടാവുമെന്നൊക്കെ, വെറുതെ പറയല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കാത്തവരുണ്ടാവില്ലേ. അപ്പോൾ ഞാനിപ്പോഴും ഗ്യാസൊക്കെ തീർന്ന സമയത്ത് പെട്ടെന്ന് അടുപ്പിൽ ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായില്ലേ മറക്കരുത്.